സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിക്ക് വീണ്ടും പരീക്ഷണങ്ങളുമായി വിഘ്നേശ്വരൻ കൂടെ തന്നെയുണ്ട്. എത്രമാത്രം കൺമണി ഭഗവാനെ വിചാരിക്കുന്നുണ്ടോ അതിനും അപ്പുറത്തേക്കാണ് അദ്ദേഹം പരീക്ഷിക്കുന്നത്. കൈവിട്ടു എന്ന് കരുതിയെന്നിടത്ത് താഴ്ചയിൽ നിന്നും ഒരുപാട് ഉയർത്തുന്നുണ്ട് കേട്ടോ ഭഗവാൻ നമ്മുടെ കൺമണിയെ. വരുൺ കൺമണിയെ തകർക്കാനും മാനസയുടെ അടുത്ത് വലിയ ആളാകാനും വേണ്ടി കൺമണിയെ ചതിയിൽപ്പെടുത്തി ഡിസൈൻ തരപ്പെടുത്തുന്നുണ്ട്. ആ വിശ്വേട്ടൻ സമയം അവിടെ എത്തിയത് നന്നായി. അല്ലെങ്കിൽ കൺമണിയെ അപകടത്തിലാക്കി വരുൺ പോകുമ്പോൾ അവളെ രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ലായിരുന്നു. വിശ്വേട്ടൻ തക്ക സമയത്ത് എത്തിയതുകൊണ്ട് അവളെ തക്ക സമയത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുകയാണ്. അങ്ങനെ മാനസ ആവോളം അതിമോഹം ശ്രീദേവിയിൽ കുത്തിനിറയ്ക്കുകയാണ്. ആ സ്വപ്നം തനിക്ക് മാനസയിൽ കൂടി തന്നെ നടക്കുമെന്ന് ശ്രീദേവി നന്നായി തന്നെ വിശ്വസിക്കുന്നു. ശ്രീദേവിയോട് ഇപ്പോൾ അവൾ ചാകണമെന്ന് പറഞ്ഞാൽ, അവൾ ചത്തുകളയെന്ന് പറഞ്ഞാൽ പോലും അതിനും തയ്യാറാകും. അത്രയ്ക്ക് കടപ്പാട് കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുകയാണ് ശ്രീദേവി. മാനസ പറഞ്ഞ ഒരു വാഗ്ദാനങ്ങളും ഇതുവരെ നിറവേറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു തവണ അവൾക്ക് വിശ്വസിക്കാൻ തോന്നുകയാണ്. അത്രയ്ക്ക് കോൺഫിഡൻസോടു കൂടിയാണ് മാനസ അത് പറഞ്ഞത്. അത്രയ്ക്കും നന്മയുള്ള പെൺകുട്ടിയാണ് കൺമണി എന്നുള്ളതുകൊണ്ട് തന്നെ ആര് തകർക്കാൻ നോക്കിയാലും അതിനപ്പുറം തന്നെ ഉയർത്തെഴുന്നേൽക്കും അവൾ. തൻ്റെയും തൻ്റെ കൃഷി സാറിൻ്റെയും കമ്പനിയും ഡിസൈൻ കയ്യിലെടുക്കാൻ വരുൺ ശ്രമിച്ചപ്പോൾ തന്നെ നല്ല പോലെ എതിർത്ത് നിൽക്കുകയാണ് കൺമണി. തൻ്റെ നിലനിൽപ്പിനേക്കാളും അലിക ഒരിക്കലും ഒരാളുടെ മുന്നിലും തോൽക്കരുത് എന്ന ചിന്തയും കൺമണിക്കുണ്ട്. ദേവിജിക്ക് കൺമണിയുടെ ഡിസൈൻ കാണിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇനിയും കൺമണി വരാൻ സമയം വൈകിയാൽ ക്ലയൻസിന് ഡിസൈൻ സമർപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ചിന്തയാണ് ദേവിജിക്ക്. അതാണ് കൃഷ്ണനോട് നമുക്ക് ദേവി കൊണ്ടുവന്ന ഡിസൈൻ സമർപ്പിക്കാമെന്ന് പറഞ്ഞത്. കൃഷി പക്ഷേ അതിന് സമ്മതിക്കുന്നില്ല. കൺമണി വരും ദേവ് സാർ, അല്ലെങ്കിൽ അവളെ ഞാൻ കൊണ്ടുവരും. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണും, അല്ലെങ്കിൽ അവൾ തീർച്ചയായും വന്നേനെ ദേവിജി എന്നൊക്കെ പറയാണ് കൃഷ്. അത് ശരിയാണ്, വരുണിൻ്റെ അടിയിൽ അവൾ ബോധം കിട്ടു പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ വരുണല്ല, ആര് വിചാരിച്ചാലും ആ ഡിസൈൻ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. അത്രയ്ക്ക് ഉശിരുള്ളവളാണ് കൺമണി. അങ്ങനെ കൺമണിയെ കാണാഞ്ഞിട്ട് കൃഷ് ആദ്യം വിളിച്ചു നോക്കുന്നത് അമ്മായിമാരെയാണ്. അമ്മായിമാരാണെങ്കിൽ അവൾ രാവിലെ തന്നെ കമ്പനിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ മാനസ ഡിസൈൻ കത്തിച്ച് കളയണമെന്ന് വരുണിനോട് പറയുന്നുണ്ടെങ്കിലും അയാൾ അതിന് തയ്യാറാകുന്നില്ല. മാനസയ്ക്ക് പേടിയാണ്, ഇനി അതെങ്ങാനും വരുണിൻ്റെ കയ്യിലിരുന്നാൽ കൺമണി അയാളെ തോൽപ്പിച്ച് അത് വീണ്ടും തട്ടിയെടുത്താലോണെന്നുണ്ട് കേട്ടോ. മിക്കവാറും ഉണ്ണി തിരുമേനി പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൺമണി ക്ലയൻസിൻ്റെ ഒക്കെ മുന്നിൽ വെച്ച് ഡിസൈൻ വരച്ച് കാണിക്കണം എന്നുള്ളത് ഉണ്ണി തിരുമേനി പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായി അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ. ഇതും അതുപോലെ ആയിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഉറപ്പാണോ എന്നും വേറെ എവിടേക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം കൃഷി ചോദിക്കുമ്പോൾ എന്ത് പറ്റി സാർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അമ്മായിമാർ. കൺമണി ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൃഷി പറയുന്നു. ഫോൺ വെച്ചതിന് ശേഷം സുലോചന ശാന്തയോടെ എന്തോ കുഴപ്പമുണ്ടെന്നും കൃഷ്ണ സാറാണ് വിളിച്ചതെന്നും കൺമണി ഇതുവരെ കമ്പനിയിൽ ചെന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് ഡിസൈനും കൊണ്ട് മാനസയുടെ അടുത്ത് ചെല്ലുകയാണ് വരുൺ. ആ സമയം വരുണിനോട് വീണ്ടും ആ ഡിസൈൻ നശിപ്പിച്ചു കളയാൻ മാനസ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചതിയൻ്റെ ഭ്രാന്തമായിട്ടുള്ള ഒരു ചിരിയോടെ അത് കത്തിച്ചു കളയാൻ തയ്യാറെടുക്കുകയാണ് വരുൺ. ഇനി ഒരിക്കലും കൺമണി ജയിക്കില്ല എന്നും സകല ആയുധവും വെച്ച് തൻ്റെ മുൻപിൽ അവൾ അടിയറവ് പറയുമെന്നും ഒക്കെ അയാൾ മനക്കോട്ട കെട്ടുകയാണ്. അങ്ങനെ ആശുപത്രിയിലായ കൺമണി കണ്ണു തുറക്കുന്നുണ്ട്. ബോധം വന്ന ഉടനെ കൃഷ്ണനെ വിളിക്കുകയാണ് കൺമണി. നീ ഇതെവിടെയാണ് കൺമണി എന്നൊക്കെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. കൃഷ്ണ വരുൺ തന്നെ അപായപ്പെടുത്തി ഡിസൈൻ തട്ടിയെടുത്ത കാര്യവും അവളിപ്പോൾ ആശുപത്രിയിലാണെന്ന കാര്യമൊക്കെ കൺമണി കൃഷ്ണനോട് പറയുന്നു. അങ്ങനെ വരുണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം കൃഷ്ണ ഉടനെ ഉണ്ടാക്കുന്ന മുഹൂർത്തങ്ങളാണ് കേട്ടോ വരാൻ പോകുന്നത്. കൂടാതെ അലകയിലേക്ക് പോകാൻ തലയിൽ ആ കെട്ടുണ്ടെന്നും തനിക്ക് വയ്യ എന്നുള്ള കാര്യമൊന്നും വകവയ്ക്കാതെ വിശ്വേട്ടൻ്റെ സഹായത്തോടെ കൺമണി ഓട്ടോറിക്ഷയിലേക്ക് കയറുകയാണ് കേട്ടോ ചെയ്യുന്നത്.